എനിക്ക് 2022 സെപ്റ്റംബർ മാസം ഒരു രോഗമുണ്ടായി. അത് CSF ലീക്കിംഗ് എന്നാണ്. അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫ്ലൂയിഡ് മൂക്കിൽ കൂടി വരിക. ഒരു മൂക്കിൽ കൂടി വരുമായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ CT സ്കാൻ ചെയ്തു, അതിലും മനസ്സിലായില്ല. CT സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ വന്നു. എങ്ങനെയാണ്, എത്ര നാളായി, എങ്ങനെ വന്നുകൊണ്ടിരുന്നു, അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ്? എനിക്കത് വരുമ്പോൾ ഭയങ്കര തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തലയുടെ പുറകുഭാഗം ഭയങ്കര വേദന, നമുക്ക് തൊടാൻ പറ്റില്ല തല, അതുപോലെ വേദനയായിരിക്കും. ആ വേദന എടുത്തു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് കണ്ണിൽ നിന്ന് തന്നെ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുപോലെ വേദനയാണ്. പിന്നെ ഹസ്ബൻഡും മോളും മെല്ലെ മെല്ലെ ഒന്ന് തൊട്ടാണ് അതൊന്ന്, എന്നാലും വേദന വിടില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വേദനയൊന്ന് വിടും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും വരും. കിടക്കുക എന്നല്ല, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരും വെള്ളം. അത് നമ്മുടെ തെളിനീര് വെള്ളമാണ് വരിക. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നും കണ്ടില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ CT സ്കാൻ്റെ അതിന് റിസൾട്ട് അറിയാൻ ഞാൻ പോയപ്പോൾ അതിനകത്തൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞു CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലി കൂടെ മരുന്ന് കുത്തിയിട്ടാണ് ചെയ്യണത്. നട്ടെല്ലി കൂടെ മരുന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊന്നുമല്ല, 5-6 കുത്ത് കിട്ടി. 5-6 കുത്ത്, ഓരോ കുത്തും കുത്തുക, ബ്ലഡ് വരിക. ഇതന്നെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്ന് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചത്. മാതാവേ, ഒരു തുള്ളി മരുന്ന് എൻ്റെ തലയിൽ കയറരുത്. അത് തലയിൽ കയറിയാൽ മാത്രം അവർക്ക് സ്പോട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ചെയ്യണത്. അത് ഒരു തുള്ളി പോലും, 6 കുത്തി തന്നെ ഒരു തുള്ളി പോലും മരുന്ന് എൻ്റെ തലയിൽ കയറിച്ചില്ല മാതാവ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് നടന്നു പോയ ആൾ സ്ട്രെച്ചറിൽ കിടന്നു വന്നു. എത്ര ഹോസ്പിറ്റലുകളിൽ പോയി? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? ഞാൻ ആദ്യം പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെയാണ് ഈ ഡോക്ടറൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് MRI ചെയ്തപ്പോഴും പിറ്റേ ദിവസം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞു തലച്ചോറിനെ കവർ ചെയ്യുന്ന പാടയ്ക്ക് ചെറിയൊരു ഹോളുണ്ട്. അതിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒഴുകുന്നത്. അവിടെ നിന്ന് ആ ഡോക്ടറെ കണ്ടു ഞങ്ങൾ തിരിച്ച് വന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മണം പോകും, ടേസ്റ്റ് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും സൈഡ് എഫക്റ്റ് വരാം. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ എന്ത് വേണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കിടപ്പിലായിന്ന് വരാം. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കത്തി തൊടാൻ അനുവദിക്കരുതേ മാതാവേന്ന്. അതുപോലെ തന്നെ മാതാവ് കത്തി തൊടാതെ തന്നെ അമ്മ. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതേ തന്നെ പറഞ്ഞത്, തല തുറന്നേ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. എന്നിട്ടും വീണ്ടും ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ 5 ഡോക്ടർമാരെ കണ്ടു. വീടുകളിൽ കയറി ഡോക്ടറെ കണ്ട് 6ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 6ാമത്തെ ഡോക്ടർ കാണിച്ചത് തന്നെ മാതാവാണ്. എൻ്റെ നാത്തു മുഖാന്തരമാണ് ആ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ ഡോക്ടറെ കാണാൻ പോയി. ഉടമ്പടി എടുത്ത ശേഷമാണ് ഇതെല്ലാം. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തല തുറന്ന് ചെയ്യണ്ട, മൂക്കിൽ കൂടി ചെയ്യാവുന്ന ഒരു സർജറി ഉണ്ട്. മൂക്കിൽ കൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞു. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കൂടി ചെയ്യുന്ന കാരണമാണ് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ശരി, പക്ഷെ അതിനും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പ്രൈവറ്റായിട്ട്
ചെയ്യുന്നതിന്, തല തുറന്ന് ചെയ്യണതിന് 5-6 ലക്ഷം രൂപ വരും. പക്ഷെ മൂക്കിക്കൂടി ചെയ്യുന്നതിന് ഞങ്ങളോട് പറഞ്ഞത് 30,000 രൂപ, ഓപ്പറേഷൻ്റെ മാത്രം 30,000 രൂപ. പക്ഷേ 500 രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷന് എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നാത്തൂനും കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡേറ്റ് എടുത്തോ, ഞങ്ങളുണ്ട് കൂടെ. മാതാവ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പിറ്റേ ആഴ്ച അഡ്മിറ്റായി. നവംബർ 28 എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടു. എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ, നീ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും. കുറച്ച് പേടിയോടുകൂടിയാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഏതാണെന്ന് അറിയില്ല. പക്ഷെ ആരോടും ഞാൻ പറഞ്ഞില്ല. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട മകളെ, നീ ധൈര്യമായി പൊക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ മാതാവിനെ ഞാൻ കാണുന്നുണ്ട്. 2 തിരിയും കത്തിച്ച് മാതാവ് എന്നെ കൂടെ നിന്ന്, ആ ഡോക്ടർ കൂടെ നിന്ന് സർജറി ചെയ്ത് വിജയിപ്പിച്ച് തന്നു. സർജറി കഴിഞ്ഞു. അന്ന് മുതൽ എനിക്ക് തലയിലത്തെ വേദനയൊക്കെ വിട്ടു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം എന്നെ ICU മാറ്റി. ICUയിൽ വെറുതെ കൊണ്ട് കിടത്തി. എനിക്കൊരു കുഴപ്പം എന്നുവെച്ചാൽ ഞാൻ നോർമലായി. ICU മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുകയായിരുന്നു. അവിടെ പൈസ ഇല്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബില്ലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൈസ ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. ഒന്നും പേടിക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോള് എനിക്ക് ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് എനിക്ക് തരുമായിരുന്നു, തൈലം തേച്ച് തരുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് റിക്കവറായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും സംസാരിക്കാനും എടുക്കാനും പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോഴാണെങ്കിലും തലകറക്കം വരും, മെല്ലെ നടക്കണം. എനിക്കും ഒരു കുഴപ്പമില്ല. ഞാൻ നടന്നു, ഞാൻ സ്പീഡിൽ നടന്നു. ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിലെ മാതാവ്. ഞാൻ വരുന്നത് വരെ എൻ്റെ അമ്മ ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറയും ഇനിയിപ്പോൾ വരണ്ട, കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഒരു കുഴപ്പവും കൂടാതെ അമ്മ എൻ്റെ ആ ഓപ്പറേഷൻ വിജയിപ്പിച്ച് തന്നു. അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്കത് നടത്തി തന്നത്. അതിന് അമ്മയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. രണ്ടാമത് എനിക്ക് 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ആ മോൾക്ക് സ്വിച്ചിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ അവൾ ഒറ്റ കരച്ചിൽ നിന്ന് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് മേലാസകലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. 3 പ്രാവശ്യം ചൊല്ലി തീർന്നില്ല. അതിനു മുമ്പ് അവൾ അമ്മയെന്ന് വിളിച്ചു. എഴുന്നേറ്റ് മടിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരു കുഴപ്പമില്ല ഇപ്പോൾ അവൾക്ക്. അടുത്തത് ഹസ്ബൻഡിന് ഡിസംബർ 25 ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആൾ ബൈക്കിന് പോകുമായിരുന്നു. ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് മണ്ണൂത്തിയിൽ വെച്ചിട്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോയി എന്ന് പറയുള്ളൂ. അതുപോലുള്ള ഇടിയായിരുന്നു. പക്ഷേ മാതാവ് ഉടമ്പടി എടുത്ത കാരണമാണ്. അമ്മ കൂടെ വരുന്നുള്ളത് ഇതിന് തെളിവാണ്. ആൾക്ക് ഒരു കുഴപ്പവും കൂടാതെ കാലിൻ്റെ മുട്ടിനും കൈയുടെ ഇവിടെ മാത്രം തൊലി പോയി, വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും അമ്മ എൻ്റെ കൂടെയുണ്ട്, ഇനിയും എൻ്റെ കൂടെ ഉണ്ടാകും. അമ്മയ്ക്കും ഈശോപ്പച്ചനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു.